മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം ശ്രീ ജഗദമ്പാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. പരശുരാമൻ സൃഷ്ടിച്ച തുളുനാട്ടിലെ 7 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ആദിപരാശക്തിയായ അമ്മ സൃഷ്ടി, സംരക്ഷണം, ലയനം എന്നിവയെ പ്രതിനിധീകരിച്ച് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവയുടെ ഐക്യമായി ആരാധിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ദേവതാ സങ്കല്പം. ഭക്തിയുടെ സാന്നിധ്യം സദാ ഉണർത്തുന്ന വാഗ്ദേവി ചൈതന്യം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ശക്തിപീഠമാണ് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ആദിപരാശക്തിയുടെ, മഹാകാളിയുടെയും മഹാലക്ഷ്മിയുടെയും ശ്രീ സരസ്വതി ദേവിയുടെയും ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീ മൂകാംബിക ദേവിയുടെ അതിപുണ്യമായ പാവനമായ ക്ഷേത്ര സംഗീതം. ശത്രു സംഹാരയായ, സർവ ഐശ്വര്യദായകയായ, വിദ്യാകലാദേവതയായ ശ്രീ മൂകാംബിക ദേവി ലോകത്തിന്റെ അമ്മയായി 3 കണ്ണുകളോടും 4 കൈകളോടും കൂടി പത്മാസനത്തിലിരുന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്ന അമ്മ. എന്നാൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഈ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ ദേവി തന്നെ കനിയണമെന്നാണ് ഇവിടുത്തെ വിശ്വാസവും അനുഭവവും സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ മുകളിലത്തെ കയ്യിൽ ശംഖും ചക്രവും, താഴത്തെ കയ്യിൽ ഒന്നിൽ വരദഹസ്തവും മറ്റൊന്ന് അഭയഹസ്തവുമാണ്. സർവവരദായിനിയായിട്ടാണ് അമ്മയുടെ കുടികൊള്ളുന്നത്. ഇവിടേക്ക് എത്തുവാൻ കൊതിക്കാത്ത ഭക്തഹൃദയങ്ങളില്ല. അമ്മയുടെ കണ്ണുകൾ നീലവൈരക്കല്ലുകൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. കാതുകളിൽ ശ്രീചക്ര വജ്രകുണ്ടലങ്ങളാണ്. കഴുത്തിൽ മറ്റു മാലകളോടൊപ്പം മരതകക്കല്ല് പതിപ്പിച്ച ഒരു രത്നമാലയുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇത് അണിയിക്കാറ്. 50 കോടിയിലധികം വില വരുന്ന ഈ രത്നമാലയിൽ നിന്ന് വരുന്ന പ്രഭ ഭക്തരിൽ പതിച്ചാൽ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് വിശ്വാസം. മഹാദേവൻ തന്റെ പുത്രനായ സ്കന്ദനോട് മൂകാംബിക ദേവിയുടെ കഥ പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിൽ 3-ാം മന്വന്തരത്തിൽ മഹാരണ്യപുരം എന്ന പേരിൽ പ്രസിദ്ധമായിരുന്ന ഈ പ്രദേശം ഘോരവനമായിരുന്നു. ഇന്നും വനദേവതയെ ക്ഷേത്ര സമീപം പൂജിച്ചു വരുന്നുണ്ട്. കാട്ടുമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ഈ വനത്തിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന സൗവർണിക നദിയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായി കൂല മഹർഷി ഇവിടെ വന്ന് താമസിച്ചു തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഏറെ താമസിയാതെ ഈ പ്രദേശത്തിന്റെ ഭംഗി കണ്ട് കൗമാസുരൻ എന്നൊരസുരനും വന്ന് അവിടെ താമസം തുടങ്ങി. അദ്ദേഹം മഹാദേവനെ തപസ്സനുഷ്ഠിച്ചു കൂടുതൽ ശക്തി ആർജിച്ചു. ശക്തി ആർജിച്ചതോടുകൂടി അവൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി. അവന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാരും ഋഷിമാരും കൂടി കുടജാദ്രി മലയിൽ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. സപ്തർഷിമാർ കൗമാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ആദിപരാശക്തിയെ ധ്യാനിച്ചു. അമ്മയെ പ്രത്യക്ഷപ്പെടുത്തി അമ്മ കൗമാസുരനെ നിഗ്രഹിക്കാമെന്ന് ഉറപ്പു നൽകി. ഇതറിഞ്ഞ അസുരഗുരുവായ ശുക്രാചാര്യൻ കൗമാസുരനോട് മഹാദേവനോട് ധ്യാനിക്കാൻ പറഞ്ഞു. കൗമാസുരൻ അതികഠിനമായ തപസ് ചെയ്തു. ആ അസുരൻ മഹാശക്തിയുടെയും അമർത്യതയുടെയും വരങ്ങൾ ചോദിക്കാനായി ആഗ്രഹിച്ചു. എന്നാൽ വാഗ്ദേവതയായ സരസ്വതി ദേവി അവന്റെ നാവിൽ കയറിയിരുന്നു ആ സംസാരശേഷി ഇല്ലാണ്ടാക്കി. അതിനാൽ ആ അസുരന് വരമൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ അവൻ മൂകാസുരൻ എന്ന് അറിയപ്പെട്ടു. കുടജാദ്രിമലയിൽ ഒളിച്ചിരുന്ന എല്ലാ ദേവന്മാരും പുറത്തു വരികയും സകല ദേവീ ദേവന്മാരുടെ ശക്തിയുടെ പ്രതീകമായ സാക്ഷാൽ ആദിപരാശക്തി ദേവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മൂകാസുരനുമായി ഏറ്റുമുട്ടി മൂകാസുരനെ വധിച്ചു. അങ്ങനെ മൂകാസുരനെ വധിച്ച ദേവി അന്നു മുതൽ മൂകാംബിക എന്ന പേരിൽ പ്രസിദ്ധിയായി. കൂലമഹർഷി മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സമയത്ത് മഹാദേവൻ അവിടെ ഒരു ശ്രീചക്രം വരയ്ക്കുകയും ആ ശ്രീചക്രത്തിന്റെ കേന്ദ്രബിന്ദുവിൽ ഒരു സ്വയംഭൂ ലിംഗം ഉത്ഭവിക്കുകയും ചെയ്തു. മൂകാസുരനെ നിഗ്രഹിച്ച ദേവി ഈ സ്വയംഭൂ ലിംഗത്തിൽ ലയിക്കുകയായിരുന്നു.
മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പൂർണ്ണരൂപം ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണ്. അതായത് ശങ്കരാചാര്യർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്ന സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്ത രൂപം ദേവിയുടെ നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ദിവസവും ആദി ശങ്കരാചാര്യരാണ് ഈ വലിയ ജ്യോതിർലിംഗം സ്ഥാപിച്ചത്. ഇത് ഒരു സ്വർണരേഖയാൽ വിഭജിച്ചിരിക്കുന്നു. ഇടതുഭാഗം വലിയ ഭാഗവും ഈ വലിയ ഭാഗം ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു, പാർവതി, ലക്ഷ്മി, സരസ്വതി ദേവിയെ. വലതുഭാഗം ത്രിമൂർത്തികൾ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പമാണ്. നോക്കൂ, പ്രകൃതിയും പുരുഷനും അത് എത്രമാത്രം പാരസ്പര്യത്തോടെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് നമ്മെ ഒരേ ദിവ്യത്വത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണെന്ന് പഠിപ്പിക്കുകയാണ്. ആദ്യം ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ശ്രീചക്ര ആരാധനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് വൈദിക താന്ത്രിക പൂജയായി. അങ്ങനെയാണ് അടികമാർ പൂജ ചെയ്യാൻ തുടങ്ങിയത്. നമ്മളെ ഭ്രമിപ്പിക്കുന്നത്, ബന്ധനത്തിലേക്ക് നയിക്കുന്നത് എല്ലാം ആ ആദിപരാശക്തിയുടെ മായ കാരണമാണെന്നാണല്ലോ പറയുന്നത്. അതേപോലെ ആ മായയിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതും അമ്മ തന്നെയാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയം തുറക്കാനുള്ള താക്കോലാണെന്നല്ലേ പറയുന്നത്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സർവജ്ഞനായ ശ്രീ ശങ്കരാചാര്യർക്ക് വഴികാട്ടിയായ ആദിപരാശക്തിയുടെ മാതൃഭാവം പരിപൂർണ ഭാവത്തിൽ വിളങ്ങുന്ന ഈ ദേവി സന്നിധി ശരിക്കും ആത്മാന്വേഷികൾക്കും ജ്ഞാനികൾക്കും വിരക്തർക്കും, എന്തിന് താപസന്മാർക്കും കലാകാരന്മാർക്കും മാറാരോഗങ്ങൾ അല്ലെങ്കിൽ തീരാദുഃഖങ്ങളൊക്കെ ആയി വരുന്ന അവർ മനം നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ശക്തി കേന്ദ്രമാണ്. മനം നിറഞ്ഞു തന്നെയാണ് എല്ലാ ഭക്തരും ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ആദിപരാശക്തിയാണ് മൂകാംബിക അമ്മ. ഗൗഡീയ വൈഷ്ണവത്തിൽ അത് രാധാദേവിയാണെന്ന് പറയും. ജഗദംബയായ മൂകാംബിക അമ്മയെ കണ്ടുവണങ്ങാൻ യാത്ര പുറപ്പെടുകയാണ്. ആദ്യം സുപർണൻ എന്ന ഗരുഡൻ തപസ് ചെയ്ത സൗപർണികയിൽ മുങ്ങി സ്നാനാദികൾ ചെയ്ത് മൂകാംബിക ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കിഴക്കേ നടയിലെ ഇടതുവശത്തായി തെക്ക് കിഴക്കേ മൂലയിൽ വലംപിരി ഗണപതി ഉണ്ട്. മുക്തിദായകനായ വലംപിരി ഗണപതിയെ വന്ദിച്ച് കിഴക്കേ ഗോപുരനടയിലേക്ക് കടന്ന് കൊടിമരത്തിന്റെ അത്രയധികം ഉയരത്തിലുള്ള ദീപസ്തംഭവും ആ കൊടിമരവും ആ സ്വർണ്ണധ്വജവും തൊഴുന്നതിന് മുന്നേ അമ്മയുടെ ദ്വാരപാലകരുണ്ട്. ഇടതും വലതുമായിട്ട് ശങ്കരനിധിയും പത്മനിധിയും. അവരെ വണങ്ങി അതിനുശേഷമാണ് കൊടിമരവും ദീപസ്തംഭവും സ്വർണ്ണധ്വജവും ഒക്കെ വണങ്ങി അമ്മയെ ദർശിക്കാനായിട്ട്. കൊടിമരത്തിന്റെ അടിയിലായി കദംബ ഗണപതിയുണ്ട്. ആ ഗണപതിയും വണങ്ങി നമ്മൾ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമ്മയുടെ ഒരു ദിനം ആരംഭിക്കുന്നത് രാവിലെ 5 മണിക്കുള്ള നിർമാല്യ ദർശനത്തോടു കൂടിയാണ്. നാലമ്പലത്തിലേക്ക് കയറുമ്പോൾ ആ ശ്രീലകത്തിരിക്കുന്ന ആ പുഞ്ചിരി തൂകിയിരിക്കുന്ന അമ്മയുടെ മനോഹരമായ മുഖം കാണാം. എന്തൊരു പ്രഭയാണ് അമ്മയുടെ മുഖത്തിന്. അമ്മയെ വണങ്ങി ശ്രീകോവിലിന്റെ ഇടതുഭാഗത്ത് ദശഭുജ ഗണപതിയുണ്ട്. ഗണപതിയെ വന്ദിച്ച് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നാഗരൂപമുണ്ട്. ശ്രീകോവിലിന്റെ പുറകുവശത്ത് ആ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അടച്ചിട്ട മുറി കാണാം. ഇത് ശങ്കരാചാര്യരുടെ സന്നിധിയാണ്. ആചാര്യസ്വാമി ഇവിടെ ഇരുന്ന് തപസ് ചെയ്തിട്ടാണ് അമ്മയെ പ്രത്യക്ഷപ്പെടുത്തിയത് എന്നാണ് വിശ്വാസം. ആചാര്യസ്വാമിയെ വന്ദിച്ചും ആചാര്യവന്ദനവും ഗുരുവന്ദനവും നടത്തി അമ്മയുടെ ശ്രീകോവിലിന്റെ പുറകുവശത്തെ ഭിത്തിയിൽ ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ എഴുതുന്നത് കാണാം. കൈകൊണ്ട് എഴുതുന്നത് കാണാം. അതൊരു ഫലകം പോലെയാണ്. ഈ ആഗ്രഹങ്ങൾ അമ്മ നിറവേറ്റി തരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ആഗ്രഹങ്ങളെല്ലാം എഴുതി നാലമ്പലത്തിനുള്ളിലിരുന്ന് അമ്മയെ ധ്യാനിക്കുക. അമ്മയുടെ അടുത്ത് വന്നാൽ നമുക്ക് തിരക്കൊട്ടും തന്നെയില്ല, അല്ലെ? ധ്യാനവും മാനസപൂജയും ഒക്കെ ചെയ്ത് അമ്മയെ മനസ്സിൽ കുടിയിരുത്തി ആ നാലമ്പലത്തിന് പുറത്തേക്ക് കടക്കും. ഇനി നമുക്ക് ഉപദേവതമാരെ തൊഴാം. കിഴക്കേ മൂലയിൽ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. സ്വാമിയെ വണങ്ങി അതിന്റെ തൊട്ടടുത്ത് യാഗശാല കാണാം. യാഗശാലയ്ക്ക് അരികിലായിട്ട് സരസ്വതി മണ്ഡപം കാണാം. സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ ആദ്യം തൊഴാറില്ല.
അത് കഴിഞ്ഞിട്ട് ചണ്ഡികാ ഹോമം നടക്കുന്ന ശാലകൾ, യാഗശാലകൾ കാണാം. ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നിരനിരയായിട്ട് ശ്രീകോവിലുകൾ കാണാം. ശ്രീ മഹാദേവന്റെ പല പല രൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പ്രാണലിംഗേശ്വരൻ, ശ്രീ പാർത്ഥേശ്വരൻ, മൂകാംബിക ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്നത് കോലമഹർഷി മഹാദേവനെ ആരാധിച്ചിരുന്ന സ്ഥലമാണ്. അദ്ദേഹം ആരാധിച്ചിരുന്ന ആ ലിംഗമാണ് ഈ പാർത്ഥിവ ലിംഗം. അത് കഴിഞ്ഞ് പഞ്ചമുഖ ഗണപതി, അത്യപൂർവമാണ് ഈ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠ. സിംഹവാഹനനായിട്ടിരിക്കുന്ന ഹിരംബ ഗണപതി. അത് കഴിഞ്ഞ് ചന്ദ്രമൗലീശ്വരൻ, ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്ന മഹാദേവൻ. അത് കഴിഞ്ഞ് നഞ്ചുടേശ്വരൻ, പിന്നീട് ആഞ്ജനേയ സ്വാമി, വെങ്കടരമണൻ. അത് കഴിഞ്ഞ് കാണുന്നതാണ് സങ്കല്പ മണ്ഡപം. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മറ്റു ക്ഷേത്രത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഇവിടെ വഴിപാട് രസീത് എടുത്തു കഴിഞ്ഞാൽ പൂജാരികൾ ശ്രീകോവിലിൽ നിന്ന് പൂജ ചെയ്ത് പ്രസാദം തരുന്നതിന് പകരം നമ്മളെ കൊണ്ട് തന്നെ ആചാര്യന്മാർ സങ്കല്പ പൂജ നടത്തുകയാണ് ഇവിടുത്തെ സവിശേഷത. മൂകാംബിക ക്ഷേത്രത്തിൽ അത്തരമുള്ള ഒരു സവിശേഷതയാണ്. ആചാര്യന്മാരുടെ സഹായത്തോടുകൂടി അവർ തരുന്ന അക്ഷതം കയ്യിൽ വെച്ച് സങ്കല്പ മന്ത്രങ്ങൾ ജപിച്ച് നമ്മുടെ ആരോഗ്യത്തിനും മോക്ഷസിദ്ധിക്കും കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് ഭദ്രകാളി, ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യ സ്വരൂപിണിയായ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആവാഹിച്ച് ഉപചാര പൂജകളോടുകൂടി പൂജിച്ച് ചെയ്യുന്ന സങ്കല്പ പൂജയാണ്. ഈ മാനസ പൂജയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ബാഹ്യപൂജകളേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ഈ മാനസ പൂജ. പിന്നീട് പ്രസാദ കൗണ്ടറുകൾ കഴിഞ്ഞു വരുമ്പോൾ ഒരു തുളസിത്തറ കാണാം. അതിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനുണ്ട്. താഴെയായിട്ട് ഒരു കുഞ്ഞു വിഗ്രഹമാണ്. നമ്മൾ കണ്ണനെ കാണുന്നില്ലെങ്കിലും കണ്ണൻ എല്ലാവരെയും കാണുന്നുണ്ട്. ഉണ്ണിക്കണ്ണനെയും തൊഴുതിട്ട് വേണം വീരഭദ്രനെ തൊഴാൻ. ദേവി മഹിഷാസുരനെ വധിക്കുന്ന സമയത്തും മൂകാസുരനെ നിഗ്രഹിക്കുന്ന സമയത്തും ദേവിയുടെ സേനാനായകനായിട്ട് വീരഭദ്രസ്വാമി നിലകൊണ്ടിരുന്നു എന്നാണ് വിശ്വാസം. സ്വാമിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദർശനം മുഴുവനും പൂർണ്ണമായ അനുഗ്രഹങ്ങൾക്കുള്ളതാകണമെന്നും പൂർണ്ണമായ രക്ഷ നൽകണമെന്നും പ്രാർത്ഥിക്കണം എന്നതാണ് വിധി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സരസ്വതി മണ്ഡപത്തിലെത്തി സരസ്വതി ദേവിയെ വന്ദിച്ചുകൊണ്ട് ആദ്യാക്ഷരം കുറിക്കാൻ. രാവിലെ തീർത്ഥം, ത്രിമധുരം പ്രസാദം വാങ്ങണം. ഉച്ചയ്ക്ക് സാക്ഷാൽ അന്നപൂർണേശ്വരിയായ അമ്മയുടെ പ്രസാദം കിട്ടും, അതും കഴിക്കണം. അത്താഴ പൂജയ്ക്ക് ശേഷം ഏറ്റവും വിശേഷപ്പെട്ട തീർത്ഥമാണ് കഷായം. അതിൽ എല്ലാ മരുന്നുകളും ചേർന്നതാണ്. അത് സേവിക്കുന്നത് എല്ലാ രോഗശമനങ്ങൾക്കും അത്യുത്തമമാണ്. കഷായ തീർത്ഥത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ചിരുന്ന കൊടും കാടായിരുന്നല്ലോ കൊല്ലൂർ മൂകാംബിക. ഒരിക്കൽ അദ്ദേഹത്തിന് ജ്വരം ബാധിച്ച് കിടപ്പിലായി. ആ സമയത്ത് ദേവി സ്വർണ്ണക്കിണ്ടിയിൽ ഒരുപാട് ഔഷധങ്ങൾ ഒക്കെ ചേർത്ത ഒരു തീർത്ഥമായിട്ട് വന്ന് ശങ്കരന് നൽകി. ശങ്കരൻ അത് കഴിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ജ്വരം മാറി ആരോഗ്യം തിരിച്ചു കിട്ടി. അങ്ങനെ അമ്മയുടെ ദർശനം ലഭിച്ച ശങ്കരൻ സ്തുതിക്കുന്നതാണ് ആനന്ദലഹരി എന്ന സ്തോത്രം. ദേവിയെ ധ്യാനിക്കുന്നവർക്ക് ജ്വരം മൂലമുണ്ടാകുന്ന സർവ്വപീഡകളും സർവ സൗഖ്യവും ലഭിക്കുമെന്ന് ആചാര്യസ്വാമി ആനന്ദലഹരിയുടെ അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദേവിയുടെ നിർദ്ദേശപ്രകാരം സ്വാമികൾ ഏർപ്പെടുത്തിയതാണ് ഈ കഷായ പൂജയും കഷായ നൈവേദ്യവും ഒക്കെ. വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് അത്യുത്തമമാണ് ഈ കഷായ തീർത്ഥം. രാത്രി ശിവേലി വളരെ പ്രധാന പൂജയാണ്. രാത്രി ശിവേലിക്ക് ശേഷം ദേവി വിഗ്രഹം പല്ലക്കിൽ എഴുന്നള്ളിച്ച് സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടുവന്ന് സരസ്വതി സങ്കല്പത്തിൽ പൂജ നടത്തും. ഇത് തൊഴാനായിട്ട് ഭക്തജന തിരക്കാണ്. ഇത് കണ്ടു തൊഴുന്നത് വഴി വിദ്യാവിജയം, തൊഴിൽ വിജയം ഒക്കെ നമുക്ക് സിദ്ധിക്കുന്നത്. മൂകാംബിക അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ചണ്ഡികാ ഹോമം. ചണ്ഡികാ ഹോമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കടബാധിത, രോഗശാന്തി, ആരോഗ്യം, സമ്പത്ത് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വിദ്യാരംഭത്തിന് മുഹൂർത്തം, ദിനം
ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. രാവിലെ 6 മണി മുതൽ 1 മണി വരെ ഇവിടെ വിദ്യാരംഭം നടക്കും. ഫാൽഗുന മാസം, അതായത് മാർച്ച് മാസവും നവരാത്രിയുമാണ് പ്രധാന ഉത്സവം. പക്ഷേ ഏറ്റവും പ്രധാനം നവരാത്രിയാണ്. വിദ്യക്ക് നമ്മുടെ മക്കൾ പുറകോട്ടാണെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് സാരസ്വത അരിഷ്ടമോ അല്ലെങ്കിൽ സാരസ്വത കൃതം, അതായത് നെയ്യ്, അത് വാങ്ങി പൂജാരിമാരുടെ കയ്യിൽ കൊടുത്ത് പൂജിച്ചു കഴിച്ചാൽ ബുദ്ധിവികാസത്തിന് അത്യുത്തമമാണ്. അമ്മയുടെ മുന്നിൽ ചണ്ഡികാ ഹോമം ചെയ്യണം എന്ന ആഗ്രഹവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ അടുത്ത ഇടെ എൻ്റെ ഒരു സുഹൃത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മൂകാംബികയിൽ പോകുന്നുണ്ട്, ചണ്ഡികാ ഹോമം ചെയ്യുന്നുണ്ട്, വരണുണ്ടോ എന്ന് ചോദിച്ചു. അത് മൂകാംബിക തീർത്ഥം എന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് പോകുന്നത്. ആ ഗ്രൂപ്പിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 100ഓളം പേര് ചേരുന്ന ഒരു ചണ്ഡികാ ഹോമം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വരണുണ്ടോന്ന് ചോദിച്ചു. അതും രസകരമായ കാര്യം, ഈ പോകുന്നതിന്റെ, അതായത് ചണ്ഡികാ ഹോമത്തിന്റെ തലേന്നാണ് എന്നെ വിളിക്കുന്നത്. ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അതിന്റെ തലേന്നാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ മൂകാംബിക തീർത്ഥത്തിലെ അഡ്മിൻ, അതിന്റെ പ്രവർത്തകർ എനിക്ക് വേണ്ടുന്ന യാത്രാ സൗകര്യം, താമസ സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തു തന്നു. ഒരുപക്ഷേ ഇത് അമ്മയുടെ പദ്ധതി തന്നെയായിരിക്കാം, അല്ലേ? മൂകാംബിക അമ്മയുടെ വിളിയില്ലാതെ നമുക്കവിടെ ചെല്ലാൻ സാധിക്കുകയില്ല. അപ്പോൾ അമ്മയുടെ കയ്യൊപ്പോട് കൂടി നടത്തുന്ന ഒരു സംഘടനയാകുമ്പോൾ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാൻ സാധിക്കും, ഇല്ലേ? എന്ത് തന്നെയാണെങ്കിലും ഇത്ര വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ, വളരെ സുഗമമായ രീതിയിൽ കാര്യങ്ങൾ, വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മൂകാംബിക തീർത്ഥത്തില് ഓരോ അംഗങ്ങൾക്കും, അതിൻ്റെ അഡ്മിൻസ്, അതിൻ്റെ ഓരോ അംഗങ്ങൾക്കും ഞാൻ അമ്മയുടെ നാമത്തിൽ ഈ സമയത്ത് നന്ദി പറയുകയാണ്. ശ്രീ മൂകാംബിക തീർത്ഥം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നിത്യവും അമ്മയുടെ രാത്രി ശിവയില് ലൈവായിട്ട് ദർശിക്കാവുന്നതാണ്. 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി മൂകാംബിക തീർത്ഥ ഗ്രൂപ്പിന്റെ 2ാം വാർഷികത്തിന് ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം മൂകാംബിക ദേവിയുടെ അനുഗ്രഹം സാക്ഷിയാക്കി തന്ത്രി ശ്രീ രാമചന്ദ്ര അടികയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. മൂകാംബിക ദേവിയിൽ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ ലോഗോ പ്രകാശനം. ശ്രീ മൂകാംബിക അമ്മയെ ശരണം. സർവം ശ്രീ രാധേ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.